ഈ സോഷ്യൽ മീഡിയയെ എല്ലാവരും ഉപയോഗപ്പെടുത്തുന്നുണ്ട്, വഴിവിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇന്നത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യയെ ഓരോരുത്തരും ഉപയോഗിക്കുന്നുണ്ട്, മിസ്യൂസ് ചെയ്യുന്നുണ്ട്. UDF എത്രമാത്രം ആ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടത്? അതിനൊന്നും പരാതി കൊടുത്തില്ല എന്നുള്ളത് കൊണ്ട് അവരെല്ലാം പുണ്യവാന്മാരാണെന്ന് ധരിക്കരുത്. എത്രയോ വേണമെങ്കിൽ ഇനിയും പരാതി കൊടുക്കാം. ഷാഫി പറമ്പലിൻ്റെ പേര് പരാതി കൊടുക്കാം. പക്ഷേ ഞങ്ങളിങ്ങനെ പരാതി കൊടുത്ത് നടക്കാൻ വേണ്ടി നിൽക്കുന്നവരല്ല. ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം, ആ പോരാട്ടം കഴിഞ്ഞു, അതിൻ്റെ ഫലം വന്നു, ആ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോകുന്നു. പരാതിയുള്ളവർക്ക് പോലീസ് പരാതി കൊടുക്കാം, പോലീസ് അന്വേഷിച്ച് പോലീസ് അതിൻ്റെ മേലെ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് കോടതിയിൽ കൊടുക്കുന്നു. എനിക്ക് കോടതിയിൽ വെച്ച് കാണാം. ഞാൻ ചോദിക്കുന്നത് ഇത് ഇപ്പോൾ ശരിയും തെറ്റും നിശ്ചയിക്കാൻ ആർക്കാ അധികാരം? കോൺഗ്രസിനാണോ? ഇത് നിശ്ചയിക്കേണ്ടത് കോടതിയാണ്. കോടതിയിൽ വരട്ടെ. ഇവരുടെ എല്ലാം പങ്കാളിത്തം കോടതിയുടെ മുമ്പാകെ തെളിവ് സഹിതം ഹാജരാക്കും. ഇവരെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഇതിൽ UDFകാരും സംശുദ്ധരൊന്നുമല്ല. ഇവരെല്ലാം ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് വലിയ പ്രചരണങ്ങൾ, അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് പ്രചരണം നടത്തിയവരാണ്. ഇതെന്തോ ഒരു കാര്യം പോലീസ് കൊടുത്തപ്പോൾ ഇതെല്ലാം LDF ആണ് എന്ന് പറഞ്ഞുകൊണ്ട് LDFിൻ്റെ മേലെ കുറ്റം ചുമത്താൻ ചിലർ നടക്കുന്നുണ്ട്. ഇവരും നടത്തിക്കൊണ്ടിരിക്കുന്നത്, UDFകാരും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതേ കുറ്റമാണ്. ഞാൻ പറയുന്നത് പോലീസിനെ കോൺഗ്രസ് അംഗീകരിച്ചല്ലോ, നീതിപൂർവമാണ് പോലീസെന്ന്. പോലീസിന് ലഭിച്ച വിവരമാണ് പോലീസ് കോടതിയിൽ കൊടുക്കുക. ഞങ്ങൾ ഏത് ബ്ലോക്ക് സെക്രട്ടറിയോ ജില്ലാ സെക്രട്ടറിയോ ഇനി സ്റ്റേറ്റ് സെക്രട്ടറിയോ ആകട്ടെ, ഇതിനി തെളിയിക്കപ്പെടേണ്ടത് കോടതിയിലല്ലേ? ഇത് കുറ്റമാരോപണമാണ്. ഈ കുറ്റമാരോപണം കോടതിയിൽ വന്നാൽ എല്ലാ തെളിവുകളും ഞങ്ങൾ ഹാജരാക്കും. ആ ഹാജരാക്കുമ്പോൾ കൂടുതൽ തെളിവുകൾ വരും. അപ്പോൾ ഞങ്ങളുടെ കൈവശമുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കോടതിയുടെ മുമ്പാകെ ഹാജരാക്കും. ഇനി കോടതിയിൽ വെച്ച് കാണാം. ശരിയാണോ തെറ്റാണോ എന്ന കാര്യത്തിൽ ഇങ്ങനെ ഒരു പ്രചരണം ഉപയോഗിക്കാൻ പാടുണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ച് വടകര പോലുള്ള തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തുന്നതിൻ്റെ ഒരു പ്രധാന UDFകാരാണ് ഇന്ന് രാഷ്ട്രീയ രംഗത്ത് തെറ്റായ വഴികളിലൂടെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് തെരഞ്ഞെടുപ്പ് കാലത്ത് സ്വാഭാവികമായി എല്ലാവരും നടത്തിയിട്ടുണ്ടാകും. ഒരു കൂട്ടർ മാത്രമേ ഇങ്ങനെ പ്രചരണം നടത്തുന്നുള്ളൂ എന്ന് ഞാൻ പറയുന്നില്ല. ഇത് ഇന്നത്തെ സോഷ്യൽ മീഡിയയെ വഴിവിട്ട് ഉപയോഗിക്കുന്നുണ്ട്. തെറ്റായ നിലയിൽ പ്രചരണങ്ങൾ സംഘടിപ്പിക്കാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. ഉപയോഗിക്കാത്ത സംശുദ്ധരാണോ UDFകാർ? സംശുദ്ധരാണോ? KK ലതിക ഇത് പലരും ഷെയർ ചെയ്യും. ഇപ്പോൾ ഒരു വാർത്ത കണ്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യില്ലേ? നിങ്ങൾക്കതിൻ്റെ നിജസ്ഥിതി അന്വേഷിച്ചിട്ടാണോ നിങ്ങൾ ഷെയർ ചെയ്യുക? പിന്നെ എന്തുകൊണ്ടാണ് KK ശൈലജ തള്ളി പറഞ്ഞത് കഴിഞ്ഞ ദിവസം? അങ്ങനെ അതെനിക്കറിയില്ല, അവരോട് ചോദിക്കണം എന്തുകൊണ്ടാണ് തള്ളി പറഞ്ഞത്. സാധാരണഗതിയിൽ ഒരു വാർത്ത വന്നാൽ ആ വാർത്ത കേൾക്കുമ്പോൾ ഒരാൾക്ക് തോന്നുന്നത് അവർ ഷെയർ ചെയ്യും, ഇത് തെറ്റാണ്, ഇങ്ങനെ പ്രചരിപ്പിക്കരുത്. അവർ പറഞ്ഞിരിക്കുന്നതും പ്രചരിപ്പിക്കരുത്, ഇത് വളരെ തരം ആപത്താണെന്ന് തന്നെയാണ് KK ഇത് ഷെയർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഷെയർ ചെയ്തതിൽ എന്താ തെറ്റ്? ആ ഷെയർ ചെയ്യുന്നതിൻ്റെ അവർ തെറ്റാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ എന്നാണ് KK ലതികയുടെ ഷെയർ ചെയ്തിട്ടുള്ള വാക്കുകൾ. അതുകൊണ്ട് UDFകാർ സംശുദ്ധരൊന്നുമല്ല. അതെന്താണെന്നുള്ളത് അവരോട് ചോദിക്കണം, എനിക്കത് അറിഞ്ഞുകൂടാ.